ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയ്ക്കും ആദർശിനും അതേപോലെ തന്നെ അയനക്കും ഒരുപാട് സന്തോഷമായിരിക്കുകയാണ്. കാരണം എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ചല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷം ഇങ്ങനെ പങ്കെടുക്കുകയാണ്. നമുക്ക് അതെ, ഇനിയും ചേച്ചിയുടെ സ്വഭാവം മാറിയെന്നുള്ളൊരു കാര്യം ചിലർക്കൊക്കെ അറിയില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അല്ലേ, അതെ, നമുക്കിനി അങ്ങോട്ട് പോകണ്ടേ. പക്ഷെ ഇന്നല്ല, നാളെ ചേച്ചിനെയും കൊണ്ടാ വരുന്നതെന്ന് ഞാൻ അവരോട് പറയില്ല. ഒരു സർപ്രൈസ് ആക്കി തന്നെ വെച്ചേക്കും ഞാൻ. ഏതായാലും അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയും. പക്ഷേ ചേച്ചിയുടെ സ്വഭാവം മാറിയെന്നുള്ളൊരു കാര്യം അവിടെ വരുമ്പോഴേ എല്ലാവരും അറിയാനായിട്ട് പാടുള്ളൂ. ഇത് കേട്ട നവ്യയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുക. അപ്പം നവ്യ, എനിക്ക് അച്ഛൻ്റെ കൂടെയും അമ്മയുടെ ഒപ്പം നിങ്ങളോട് എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ ഒരു ദിവസം കഴിയണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുകയാണ്. അത് ഉറപ്പായിട്ടും നടക്കും ചേച്ചി. അതിനി കാലതാമസമില്ലല്ലോ, നമുക്ക് നാളെ തന്നെ പോകാം. ചേച്ചിയുടെ സ്വഭാവം മാറിയെന്നറിഞ്ഞ് കഴിയുമ്പോഴേക്കും അവർക്കൊക്കെ എത്രമാത്രം സന്തോഷമാകുമെന്ന് അറിയാവോ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ദേ അനഘ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അനഘയുടെ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ചേച്ചി. അനഘയെ ഇനി വീഴ്ത്താനൊന്നും ആർക്കും പറ്റില്ല. ചേച്ചിയുടെ ഭർത്താവിനെ ഒന്ന് നോക്കിയാൽ മതി. ഭർത്താവോ? അവനെൻ്റെ ഭർത്താവായിട്ടൊന്നും ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല നയനെ. അവനിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ശത്രുവാ. അവൻ്റെ പതനം കാണണമെന്ന് മാത്രമാണ് എൻ്റെയോ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശരി, നമുക്കിനി നാളെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പിരിയുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യ നേരെ റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അഭി എന്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക സമയത്ത് എനിക്ക് ഈ നവ്യക്ക് ഭയങ്കരമായിട്ടും കലി വരിക. പക്ഷെ നാളെ വീട്ടിലേക്ക് പോകുന്ന കാര്യം ഇവനറിയാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ സൂത്രങ്ങൾ ഒപ്പിച്ചുകൊണ്ട് നമ്മുടെ നവ്യ പറയുകയാണ്, അതേ അഭി, എനിക്ക് നാളെ ഒരിടം വരെയും പോകാനുണ്ടല്ലോ. എവിടെ പോകുന്നു? നീ എങ്ങോട്ട് പോകുന്നു? അല്ല, എൻ്റെ കല്യാണ സമയത്തില്ലേ എൻ്റെ ഒരു അമ്മായി വന്നിട്ടുണ്ടായിരുന്നേ. അന്നാ കല്യാണം കലങ്ങി മറിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായി പോയല്ലോ. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ് അമ്മായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പതേ അമ്മായിയൊക്കെ ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ്. എന്തിനു വിളിച്ചിരിക്കുന്നു? അതേ, അമ്മായിയുടെ മോളുടെ കല്യാണം. അപ്പോൾ കല്യാണത്തിന് എല്ലാവരും പങ്കെടുക്കണമെന്ന് അമ്മായി പറയുന്നത്. അപ്പോൾ ഈ നയനയും അതേപോലെ തന്നെ നന്ദുവും അച്ഛനും അമ്മയും ഒക്കെയുണ്ട്. എന്നോടും വരാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ പോകണ്ട, നീ എന്തിനാ പോകുന്നത്? അയ്യോ, പോകാതിരിക്കാനും കഴിയില്ല. ഈ അമ്മായി എന്ന് പറയുന്നതേ നിസ്സാരക്കാരിയല്ല. നല്ല ഗെറ്റപ്പ് ഉള്ളത്, അതേപോലെ തന്നെ നല്ല പൈസയുള്ള ടീമുകളാണ്. അപ്പോൾ അവരങ്ങനെ വെറുപ്പിക്കുന്നത് ശരിയെന്നല്ല. ആണോ നവ്യേ? നീ അപ്പോൾ ഈ അമ്മായിയെക്കുറിച്ചൊക്കെ നേരത്തെ എന്താ പറയാത്തത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മായിയെ സോപ്പിട്ട് കൈക്കലാക്കായിരുന്നില്ലേ? നീ അതൊക്കെ മറച്ച് വെച്ചല്ലോ നവ്യേ. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഏതായാലും ഇപ്പം കിട്ടിയൊരു അവസരമാണല്ലോ. ഞാൻ ഏതായാലും അങ്ങോട്ട് പോണ്ട എന്നിങ്ങനെ ചിന്തിച്ചങ്ങോട്ട് നിൽക്കുകയാണ്. നീ പൊയ്ക്കോ നവ്യേ. നീ ഏതായാലും ഒരു സെലിബ്രിറ്റി അല്ലേ, വലിയ മോഡല്. അപ്പം ആ മോഡലൊക്കെ ആ കല്യാണത്തിന് ചെന്ന് കഴിയാൻ നേരത്തെ എല്ലാവരും നിന്നെ തന്നെ നോക്കുള്ളൂ. നീയൊരു പേരുകേട്ട മോഡൽ തന്നെയാണ്, AN ജ്വല്ലറിയുടെ കിടിലൻ മോഡല്. അപ്പോൾ നിന്നെ നിസ്സാരമായിട്ട് അവർ തള്ളിക്കളയൊന്നുമില്ല. പക്ഷേ അതല്ല പ്രശ്നം. എനിക്ക് ആ നന്ദുവിനെയും ഈ നയനയുടെ മുഖത്തൊക്കെ നോക്കട്ടെ. എനിക്ക് നന്ദുവിനെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് പോകാനും തോന്നുന്നില്ല. അയ്യോ, പൊയ്ക്കോ, നീ എന്തിനാ അവളുടെ മുഖത്ത് നോക്കുന്നത്? എനിക്കും ആ നന്ദുവിനെ കണ്ണിന് നേരെ കണ്ടൂടാ. എനിക്ക് അവളെ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെയാണ്. നീയേ പോകാതിരിക്കരുത്, പോണം. എന്നിട്ട് അവിടെ ചെന്ന് നന്നായിട്ട് തിളങ്ങണം. ഇവരൊക്കെ പഞ്ചപുച്ച മടക്കി താഴത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ നീ അവിടെ നല്ല മോഡലായിട്ട് തിളങ്ങണം നവ്യേ. നിൻ്റെ അടുത്തായിരിക്കും ജനക്കൂട്ടങ്ങൾ കൂട്ടം കൂടാനായിട്ട് പോകുന്നത്. അപ്പം പോകാല്ലേ അഭി? പൊയ്ക്കോ. അപ്പോൾ അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അവൾ ഒരു ദിവസം എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുമല്ലോ, അത് തന്നെ വളരെയേറെ സമാധാനം. അല്ലെങ്കിലേ ആകെ പ്രശ്നമാകുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ നവ്യാണെങ്കിൽ നിൻ്റെ മനസ്സിലിരിപ്പോൾ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തും പോകണം. എന്നിട്ട് അവരുടെ കൂടെ സന്തോഷമായിട്ട് ഒരു ദിവസം എനിക്ക് കഴിയണം. അതിനു വേണ്ടിയാടാ ഞാൻ പോകുന്നത് എന്നൊക്കെ നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. ആ സമയത്ത് ഈ ജലജ വരികയാണ്. ജലജ വന്നിട്ട്, അല്ല നീ എന്തെങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? അല്ല നീ ഏതോ ഒരു കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞെന്നറിഞ്ഞല്ലോ. പറഞ്ഞു. അത് എൻ്റെ അമ്മായിയുടെ മോളുടെ കല്യാണമാണ്. അതിന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അഭി എന്നോട് പറഞ്ഞു പൊയ്ക്കോളാനായിട്ട്. കുഴപ്പമൊന്നുമില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും നീ പോ, അതായിരിക്കും നല്ലത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നവ്യേ,
ആ, ഈ അബിക്ക് ഇപ്പോഴും അവൻ്റെ അച്ഛനായിട്ട് കമ്പനി ഉണ്ടോ? അതായത് നാഗേന്ദ്രനുമായിട്ട് സംസാരിക്കാനും പിടിക്കാനും ഉണ്ടോയെന്ന് ചോദിച്ചത്. ഒന്നും എനിക്കറിയില്ല എൻ്റെ അമ്മ. അമ്മ പോയി അന്വേഷിക്കാൻ നോക്ക്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറുമില്ല, ചിന്തിക്കാറുമില്ല. അങ്ങനെയാണെങ്കിലേ നീ കണ്ടുപിടിക്കണം നവ്യയെ. ഒരിക്കലും അവർ തമ്മിൽ ഒന്നിക്കാനായിട്ട് പാടില്ല. അബി അവൻ്റെ അച്ഛനോട് സംസാരിക്കാൻ പാടില്ല. അയാളെ മഹാദുഷ്ടനാ, മഹാദുഷ്ടൻ, വിഷപ്പാമ്പ്. ഇത് കേട്ട നവ്യാണെങ്കിൽ അയാളെക്കാലം വിഷപ്പാമ്പ് അയാളുടെ മകൻ. പിന്നെയാ അയാളെക്കുറിച്ച് പറയുന്നത്. എന്താ നവ്യെ, നീ എന്താ ആലോചിക്കുന്നത്? എൻ്റെ പൊന്നമ്മേ, ഞാൻ എന്തിനിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? അതിൻ്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റേതായ ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നു, അത്രേ മാത്രമേ ഉള്ളൂ. അതേ നവ്യെ, നീയും അവിടെ നിന്ന് ജോലി നിർത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിലേ നിനക്കും അയാൾ വലിയൊരു തലവേദനയായിട്ട് മാറൂന്നേ. നീ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ജോലി നിർത്തിക്കോ. ഞാൻ ജോലി നിർത്തില്ല. അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അവിടുത്തെ ജോലി നിർത്താൻ പോകുന്നില്ല. കാരണം എനിക്ക് നല്ല ശമ്പളം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അയാൾ എങ്ങനെയായിക്കോട്ടെ, അബിയുടെ അച്ഛനോ നിങ്ങളുടെ ഭർത്താവോ ആരെങ്കിലും ആയിക്കോട്ടെ, അതിനിപ്പോൾ എനിക്കെന്താ കുഴപ്പം? ഞാൻ ജോലി ചെയ്തതിനുള്ള ശമ്പളം എനിക്ക് തരുന്നുണ്ട്, അതുമാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു അവസരം കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ജോലി നിർത്താൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്ക് കലിയും വരുന്നുണ്ട്. അപ്പോൾ ജലജ പറയാണ്, അയാളുടെ സ്വഭാവം നിനക്ക് അറിയാൻ പാടാത്തത് കൊണ്ടാണ്. അയാൾ ശരിക്കും ഡേഞ്ചറാണ്, നിന്നെ ചതിക്കുഴിയിൽ വീഴ്ത്തും. ഞാൻ അത്ര വലിയ മണ്ടിയൊന്നുമല്ല എന്നെ ചതിക്കുഴിയിലേക്ക് വീഴ്ത്താനായിട്ട്. എനിക്കറിയാം എന്ത് വേണമെന്നൊക്കെ. അപ്പം നവീൻ ചിന്തിക്കണം, ഇവരെന്താ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഈ സ്ത്രീ വലിയൊരു ചതി തന്നെയായിരിക്കും അയാളോട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ തള്ളക്ക് ഇങ്ങനെ ഒരു പേടി എന്നൊക്കെ ജലജയെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്ക് കലിയും വരികയാണ്. ഇവളോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും അയാളിൽ നിന്നൊരു അടുപ്പം മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല. ചില കാര്യങ്ങളൊക്കെ അറിയാനും സാധ്യതയുണ്ട് എന്നൊക്കെ ജലജയും ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയുടെ അമ്മ കനകത്തിനാണ്. അപ്പോൾ കനകം എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് നന്ദു അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നന്ദു ചോദിക്കുന്നത്, എന്തമ്മ ഇത് പലഹാരമൊക്കെ ഉണ്ടാക്കുകയാണല്ലോ, എന്ത് പറ്റി? അതേ, നാളെ നമ്മുടെ നയനമോളും ആദർശ് മോനൊക്കെ വരുന്നുണ്ട്. ആണോ? അവർ പല പ്രാവശ്യം വരാറുള്ളതല്ലേ, അതിനുവേണ്ടി അമ്മ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കേണ്ട കാര്യങ്ങളുണ്ടോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ, അത് മാത്രമല്ലെന്നേ, അവരുടെ കൂടെ ഒരു ഗസ്റ്റും കൂടി വരുന്നുണ്ടെന്ന്. ഗസ്റ്റോ? അതാരാണപ്പോൾ ഈ ഗസ്റ്റ്? അതാരാണെന്നറിയില്ല, സർപ്രൈസ് ആണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. സർപ്രൈസോ? എൻ്റെ പൊന്നെ, അതാരായിരിക്കും അമ്മേ? ആരായാലും ആര് വന്നാലും അവർക്കൊരു കുറവുണ്ടാകാൻ പാടില്ലല്ലോ. നയനമോളുടെ കൂടെയും ആദർശമോൻ്റെ കൂടെയും വരുന്നതല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇത്രയും പലഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറയണം. കൊള്ളാം. അപ്പം അമ്മ രണ്ടും കളിപ്പിച്ചാണല്ലേ. ഇനിയിപ്പോൾ നവീൻ്റെ അച്ഛനായിരിക്കോ? അതെന്താ അങ്ങനെ? അല്ല, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ചിലപ്പോൾ വരുന്നതായിരിക്കോ. ഇത് കേട്ട നന്ദു ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. എനിക്കറിയില്ല അമ്മേ. അല്ല, നവീൻ്റെ അച്ഛൻ വരുന്ന വിവരം നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? അത് പിന്നെ അമ്മേ, നവീനേട്ടൻ്റെ അച്ഛനെ അടുത്ത മാസം കൊണ്ട് വരുമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. ചിലപ്പോൾ നവീൻ്റെ അമ്മയും അമ്മയുടെ അച്ഛനും ഒക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ ആയിരിക്കും, അതായിരിക്കും സർപ്രൈസ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദുവിനാകെ പേടിച്ച് വരച്ചിട്ടൊരു അവസ്ഥയില്ലാതെ ഇങ്ങ് നിൽക്കുകയാണ്. അച്ഛൻ വന്നാൽ ഉടനെ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അമ്മേ, അതൊക്കെ പിന്നീട് സംസാരിക്കാമല്ലോ. അമ്മ ഇപ്പം ഏതായാലും പലഹാരങ്ങൾ ഉണ്ടാക്ക്. ആര് വന്നാലും നാളെ അറിയാലോ ആരാണെന്ന്. ഇപ്പം തന്നെ എന്തിനാ അമ്മ ടെൻഷൻ അടിക്കുന്നത്? എൻ്റെ കാര്യമൊന്നുമില്ല. ശരി, എങ്കിൽ പിന്നെ ഞാൻ പലഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇനി എന്താവും ഏതാവും എന്നൊക്കെ ആലോചിച്ച് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. നവീനോടുള്ള ആ ഒരു കല്യാണം അടുത്തടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ ഈ നന്ദുവിൻ്റെ മനസ്സിൽ. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനിയാണ്. അപ്പോൾ അനിയാണെങ്കിൽ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആദർശ് വരിക. ആദർശ് വന്നു കഴിഞ്ഞപ്പോഴേക്കും, എന്താടാ നീ എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? ഒന്നുമില്ല ആദർശേട്ടാ, നന്ദുവിനെ കുറിച്ച് ആലോചിച്ചിട്ടാണല്ലേ. എടാ, എന്ത് ചെയ്യാനാടാ? ഈ ഒരു സ്ഥാനത്ത് നവീനായിപ്പോയി. നവീൻ്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറയാൻ പറ്റുമോ? മുത്തശ്ശനും മുത്തശ്ശിയും ആ ഒരു സങ്കടത്തിൽ നിൽക്കുന്നത് ഈ ഒരു സ്ഥാനത്ത് നവീനായിപ്പോയതുകൊണ്ട് മാത്രം.
വേറെ ഒരാളെന്നെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവരെ കൊണ്ട് തിരുത്തിക്കായിരുന്നു. നിനക്ക് അത്രയും മാത്രം നന്ദുവിന് ഇഷ്ടമാണല്ലേ? അത് പിന്നെ ആദർശേട്ടൻ അറിയാൻ പാടില്ലേ? എനിക്ക് നന്ദുവിന് അത്രമാത്രം ഇഷ്ടമായത് കൊണ്ടാണല്ലോ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ തുറന്നു പറഞ്ഞത്. നന്ദുവിനും അതേപോലെ തന്നെയാണോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നന്ദുവിനെ എൻ്റെ ജീവന് തുല്യം സ്നേഹമാണ് ആദർശേട്ട എന്ന് പറയാണ്. എടാ, ഞാൻ ഏതായാലും നവീനെ കണ്ടെന്ന് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അതിനുശേഷം അവനെന്താ പറയുന്നത് നോക്കട്ടെ. നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. അങ്ങനെ പിന്നീട് നമ്മുടെ അഭിയെയും അതേപോലെ തന്നെ ഈ നാഗേന്ദ്രനെയും കാണിക്കുകയാണ്. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഈ വേണു. അപ്പോൾ വേണു പറയാണ്, എൻ്റെ പൊന്നു സാറേ, കടത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. പലിശക്കാർ വീടിന് മുന്നിൽ വന്ന് ഇങ്ങ് നിൽക്കുകയാണ്. പലിശക്കാരെ ആലോചിച്ചിട്ട് പേടിച്ച് വിറച്ചിട്ട് ഒരു രക്ഷയില്ല സാറേ. എങ്ങനെയെങ്കിലും എൻ്റെ മോൾക്കൊരു ജോലി കൊടുക്കണം സാറേ. അല്ല, തൻ്റെ മോൾ എന്തോരം പഠിച്ചിട്ടുണ്ട്? BCom ആണ് എന്ന് പറഞ്ഞപ്പോഴേക്കും പാസ്സായതാണോടോ? ആ, പാസ്സായതാ. എൻ്റെ മോൾ പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു, അതുകൊണ്ട് പാസ്സായതാണ്. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ ഓഫീസിലെ അക്കൗണ്ട് സെക്ഷൻ ബാക്കിയിരിക്കുക, അതുകൊണ്ട് അക്കൗണ്ട് സെക്ഷനിലേക്ക് കയറിക്കോ. ആ സാറേ, എൻ്റെ മോളെ നല്ല മോഡലാകാനും തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മോള് നല്ലതായിട്ട് മോഡൽ ചെയ്യും. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അഭിയാണെങ്കിൽ, ആഹാ, താനാൾ കൊള്ളാലാടോ. അന്ന് വന്ന് എൻ്റെ ഭാര്യയ്ക്കിട്ട് തന്നെ ഭാര്യ വെക്കാനാണോ? എൻ്റെ ഭാര്യയുടെ ജോലി തെറിപ്പിക്കാൻ വേണ്ടിയാണോ? അയ്യോ എൻ്റെ പൊന്നു സാറേ, ഞാൻ ഭാര്യയുടെ ജോലി തെറിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. നവിയെ നല്ല മോഡലൊക്കെ തന്നെയാണ്. പക്ഷെ നവിയും സാറും തമ്മിൽ ഇപ്പോൾ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്ന് വിചാരിച്ച് നവിയെ ജോലിയിൽ നിന്ന് മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ മോളുടെ കഴിവിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ മോളും നല്ല മോഡൽ തന്നെയാണ്. അവളെ ഈ ഒരു രംഗത്ത് തിളങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവളെ തേടി ആൾക്കാർ ഒരുപാട് എത്തും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രന് കലി വരികയാണ്. എടോ, തൻ്റെ മോൾക്ക് ഞാനിപ്പോൾ ഒരു ജോലി പറഞ്ഞല്ലോ, അക്കൗണ്ടൻ്റായിട്ടെന്ന്. അപ്പോൾ ആ ജോലി അങ്ങോട്ട് തൻ്റെ മോളോട് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ. അത് ചെയ്യാൻ പറഞ്ഞാൽ മതി. അങ്ങനെ നല്ല രീതിയിൽ ആ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾക്കൊക്കെ അവളുടെ ആ ജോലി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളെ ദുബായിലേക്ക് അയക്കും. ദുബായിലും അവൾക്ക് ജോലി നോക്കാം. പിന്നീട് നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മോളോടൊപ്പം പോവുകയും ചെയ്യാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേണുവിന് ഭയങ്കര സന്തോഷം തോന്നിക്കണം. അയ്യോ സാറേ, എൻ്റെ മോളെ രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. ആ നന്ദിയൊക്കെ അവിടെ നിൽക്കട്ടെ, ചതിയും വഞ്ചനയും അത് ഞാൻ പൊറുക്കാത്ത കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കണം. അയ്യോ ഇല്ല സാറേ, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാറേ. അത് അറിയാൻ പാടില്ല സാറേ. ഞങ്ങൾ സ്നേഹിക്കുന്നവരെ ഞങ്ങളും സ്നേഹിക്കും സാറേ. ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ താൻ പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വേണുവിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അഭി ചോദിക്കണം, അച്ഛാ ഇതൊക്കെ ശരിയാവോ അച്ഛാ? അവരുടെ സ്വഭാവമൊക്കെ അറിയാലോ അച്ഛന്. എന്ത് വരുമോ ഏത് വരുമോ നമുക്ക് നോക്കാടാ. എല്ലാ മനസ്സിലോ ചില പ്ലാനുകളെല്ലാം കരുതിക്കൂട്ടി കണ്ടുവച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം അയാളോട് പറഞ്ഞത്. അച്ഛൻ ഏതായാലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് മോശമാകില്ലെന്ന് ഞങ്ങൾക്കും നന്നായിട്ട് അറിയാം അച്ഛാ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് നേരെ നവീനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പം ആദർശിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നവീനോട് പറയുകയാണ് ആദർശ്. ഇത് കിട്ടുമ്പോഴേക്കും അത് എങ്ങനെയാണ് ആദർശയുടെ ശരിയാവുന്നത്? ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആദർശേട്ടാ? അവന് പല പ്രാവശ്യം സമയം ഉണ്ടായിരുന്നില്ലേ നന്ദുവിന് അവന് ഇഷ്ടമാണെന്ന് പറയാനുള്ള സമയം? എന്നിട്ട് അവനത് പറഞ്ഞോ? പറഞ്ഞില്ല. അത് അവൻ്റെ കഴിവുകേട്. ഇപ്പോൾ ഞാൻ നന്ദുവിനെ ഇഷ്ടമാണ്, എൻ്റെ വീട്ടുകാരും വന്ന് നന്ദുവിനെ പെണ്ണാലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് ശരിയാണോ ആദർശേട്ടാ? അതല്ല, എനിക്കറിയാം നവീനെ, നീയാണ് ഈ സ്ഥാനത്തായത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കൊന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് വന്നത്. അതുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ മാറി നിൽക്കുന്നത്, നിന്നോടുള്ള ആ ഒരു കടപ്പാട് കൊണ്ടിട്ട്. പക്ഷേ അനിയുടെ മനസ്സിലെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പം അനിയന് വേണ്ടി ശരിക്കും സ്വാർത്ഥത കാണിക്കുകയാണ് ആദർശേട്ടൻ. ഇതിങ്ങനെ പാടില്ലട്ടോ ആദർശേട്ടാ, വളരെ മോശമായ കാര്യമാണ്. അയ്യോ നവീനെ, അതൊന്നും ചിന്തിക്കേണ്ട നവീനെ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ശരി ആദർശേട്ടാ, ഇപ്പം എൻ്റെയും നന്ദുവിൻ്റെയും കല്യാണം അങ്ങോട്ട് നടക്കും. ഇനി അതിൽ നിന്ന് പിന്മാറാനായിട്ട് പറ്റിയൊന്നുമില്ല. അപ്പോൾ അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെയേറെ സങ്കടമായി പോകില്ലേ? അപ്പോൾ എൻ്റെ അച്ഛൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കല്യാണം നടത്താൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നല്ല ഭംഗിയായിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തിത്താ. എടാ, അതൊക്കെ അങ്ങനെ തന്നെയുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണല്ലോ നിങ്ങളുടെ കല്യാണം നടത്താൻ പോകുന്നത്. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുക ആദർശേട്ടാ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ആദർശേട്ടാ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ വണ്ടിക്കകത്തോട്ട് കയറുകയാണ്. അപ്പോൾ നവീനാണെങ്കിൽ ഇങ്ങനെ തന്നെ വേണം ഇവരോട് പറയാനായിട്ട്. ഏതായാലും അടുക്കട്ടെ, ഞാനിപ്പോൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിന് വേണ്ടി നന്ദുവിൻ്റെ അച്ഛനും അമ്മയും വേറെ ചെറുക്കനെ ആലോചിക്കും. അങ്ങനെ നടക്കാൻ പാടില്ല. അവസാനം വരെ
ഈ ഒരു രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കണം എന്നും നവീൻ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.